തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മോഡൽ ബോയ്സ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ തൃശൂർ എംബോസാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന കഴിഞ്ഞ 14 വർഷമായി വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 7 വർഷമായി പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കും. മൈക്കിൽ കംപ്ലൈന്റ് ഉണ്ടോ? ഹലോ. പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒപ്പം ഞങ്ങൾ പഠിച്ചു വളർന്ന വിദ്യാലയത്തിന്റെ ഖ്യാതി മറ്റ് വിദ്യാഭ്യാസ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ജില്ലയിലെ പ്രമുഖരായ വിവിധ വിഷയങ്ങളിലെ അധ്യാപകർക്ക് അവാർഡുകൾ നൽകി പോരുകയാണ്. ഒപ്പം തന്നെ വിദ്യാലയത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളായി നൽകുകയാണ്. അധ്യാപക വിഭാഗത്തിന് മൊത്തം 50,000 രൂപയും വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപയുമാണ് അവാർഡുകളായി വിതരണം ചെയ്യുന്നത്. തൃശ്ശൂരിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരും ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും അടക്കമുള്ള വിവിധങ്ങളായ ആളുകളിൽ നിന്നും അഭിപ്രായ സമന്വയത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ കണ്ടെത്തുന്നത്. അവാർഡിന് ആരും അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല, മറിച്ച് അവാർഡ് അവരെ തേടിയെത്തുകയാണ് എംബോസാറ്റ് അവാർഡിന്റെ പ്രത്യേകത. 7 വർഷമായി തുടർന്നു വരുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് അധ്യാപക സമൂഹത്തിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നാണ്. കേരളത്തിന്റെ ആദ്യ വിദ്യാലയങ്ങളിൽ ഒന്നായ 189 വർഷം പിന്നിട്ട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിന്റെ പേരും പ്രശസ്തിയും മറ്റു മേഖലകളിൽ എത്തിക്കുവാൻ ഈ അവാർഡ് ദാന ചടങ്ങിന് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ മികച്ച പ്രധാനാധ്യാപകൻ, ജില്ലയിലെ സാമൂഹ്യ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അധ്യാപകൻ, അതുപോലെ ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അധ്യാപകൻ, മികച്ച NSS പ്രോഗ്രാം ഓഫീസർ, മികച്ച മാതൃകാ അധ്യാപകൻ എന്നിങ്ങനെയായി 9 അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മികച്ച പ്രധാനാധ്യാപകന് 10,000 രൂപയുടെ ക്യാഷ് അവാർഡും മറ്റ് അവാർഡ് ജേതാക്കൾക്ക് 5,000 രൂപയുടെ ക്യാഷ് അവാർഡും ഒപ്പം പ്രശസ്തി പത്രവും മൊമെന്റോയും അവാർഡിന്റെ ഭാഗമായി വിതരണം ചെയ്യും. പ്രൗഢഗംഭീരമായ മോഡൽ ബോയ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരുടെയും സംഗമ ദിനമായ തൃശൂർ പൂരത്തിന്റെ തലേ ഞായറാഴ്ച ഏപ്രിൽ 19-ന് മോഡൽ പൂരം എന്ന് നാമകരണം ചെയ്ത വാർഷികാഘോഷ ചടങ്ങുകളിലാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപകനായി പ്രധാനാധ്യാപകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീമതി ഉഷ MP, ഗവൺമെന്റ് MHSS നടവരമ്പ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ അധ്യാപകൻ ശ്രീ നാസർ ഹുസൈൻ CM, ഗവൺമെന്റ് HSS കരിക്കാട്. മികച്ച അപ്പർ പ്രൈമറി അധ്യാപിക ശ്രീമതി സൗമിനി PG, ഗവൺമെന്റ് VHSS പുതുക്കാട്. മികച്ച NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഇന്ദുലേഖ KS, ഗവൺമെന്റ് GHSS ഇരിഞ്ഞാലക്കുട. മികച്ച ഫിസിക്സ് അധ്യാപകൻ ശ്രീ ശ്രീവത്സൻ KC, ഗവൺമെന്റ് VHSS വടക്കാഞ്ചേരി. മികച്ച മാത്തമാറ്റിക്സ് അധ്യാപിക ശ്രീമതി പ്രീത BV, ഗവൺമെന്റ് MBHSS തൃശൂർ. മികച്ച ഇംഗ്ലീഷ് അധ്യാപിക ശ്രീമതി ഗീത അരവിന്ദാക്ഷ മേനോൻ, SMTA, ഗവൺമെന്റ് HSS ചേലക്കര. മികച്ച മലയാളം അധ്യാപിക ശ്രീമതി ദിവ്യ PK, ഗവൺമെന്റ് HSS നന്ദിക്കര. മികച്ച മാതൃകാ അധ്യാപിക ശ്രീമതി ഗീത P, ഗവൺമെന്റ് MBHSS തൃശൂർ. ഈ 9 അവാർഡുകൾക്കും മോഡൽ പൂരം എന്ന് നാമകരണം ചെയ്ത ഏപ്രിൽ 19-ന് കേരളത്തിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വലിയൊരു സാംസ്കാരിക സദസ്സിന്റെ സാന്നിധ്യത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. വിദ്യാലയത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം എംബോസാറ്റ് രൂപീകൃതമായതിനു ശേഷം തങ്ങളാലാവുന്ന വിധം കൈത്താങ്ങാകുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
അവാർഡ് ദാന ചടങ്ങിലേക്ക് HMന് 10,000 രൂപയും മികച്ച HMന് 10,000 രൂപയും മറ്റ് അധ്യാപകർക്കെല്ലാം 5,000 രൂപ വീതവും ക്യാഷ് അവാർഡുകൾ നൽകും. 5,555 ഫാൻസി നമ്പറാണ്. അതുപോലെ 10,001 രൂപയും ബാക്കി എല്ലാം 5,555 രൂപ വീതവും നൽകുന്നു. പിന്നെ 50 വിദ്യാർത്ഥികൾക്ക് 1,00,000 രൂപ വീതം വെച്ച് നൽകുന്നത്. അത് റിസൾട്ടുകളെല്ലാം വന്നതിന് ശേഷം പറ്റുള്ളൂ. അത് അല്ല, ഹയർ സെക്കൻഡറിയിലുണ്ട് എല്ലാ ക്ലാസ്സിലും 100 താഴെ മോഡൽ ബോയ്സിന്റെ അവസ്ഥ. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ല 16-ലും 20-ന്റെ അടുത്ത് വിദ്യാർത്ഥികൾ. അത് ഞങ്ങളൊക്കെ നല്ല കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണ്. ആ ഗതകാല സ്മരണയിലാണ് ഈ സംഘടന തന്നെ രൂപീകൃതമായിട്ടുള്ളത്. വിദ്യാലയത്തിൽ സംഭവിച്ചത് മൊത്തം സൊസൈറ്റിക്ക് സംഭവിച്ച അപക്ഷയം, പൊതുവിദ്യാഭ്യാസ രംഗത്തിനോട് കൈകലം പുലർത്തിയിരുന്ന ചില സാമൂഹ്യ വ്യവസ്ഥിതികളൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണ് അതിന് മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ മാറ്റത്തിന്റെ ഒപ്പം ഞങ്ങൾ ശക്തിയായി നിൽക്കുന്നു. അത് പഴയ ഗതിയിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങള് അപേക്ഷ വെച്ചിട്ടുള്ളതാണ്. സർക്കാരിലേക്ക് ഞങ്ങള് വിദ്യാർത്ഥികൾ സംഘടനയ്ക്ക് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ PTA പ്രസിഡന്റ് കൂടിയായിരുന്നു. ആ സമയത്തും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പുരോഗതിയും ആ വിഷയം ഞങ്ങൾ 1-2 സജഷൻ വെച്ചു. മോഡൽ ഗേൾസും മോഡൽ ബോയ്സും ക്ലബ് ചെയ്യുന്ന സജഷൻ വെച്ചു. അത് രണ്ട് സ്കൂളും ഒരു ദുർബലാവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടും ഒന്നിപ്പിക്കുക, തൃശ്ശൂരിന്റെ ഒരു അറിയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റാനുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ അതിനും നിവേദനം വെച്ച് കാത്തിരിക്കുകയാണ്. ഈ കാറ്റഗറിയിൽ മാറിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമല്ല. എന്നിരുന്നാലും ഞങ്ങൾ അതിന് പിന്നിൽ നിന്ന് എല്ലാ പ്രവർത്തനവും ഇന്നാൾ ഇതുവരെ ചെയ്തു പോകുന്നുണ്ട്. അതാണ് വിഷയം. മാഡം സ്റ്റഡി അതായത് ഇതിനെ പറയാൻ പറ്റാത്ത നമ്മൾ അതായത് ഞങ്ങൾ കൊടുത്തിട്ട് ഒരു 5 വർഷത്തിന് നിലയിൽ മിക്സഡ് ആക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയമാണ്. കാരണം മിക്സഡ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ പല മറ്റേ എയ്ഡഡ് വിദ്യാലയങ്ങള് സർപ്ലസ് വിദ്യാർത്ഥികൾ ഇത് മിക്സഡ് ആണെങ്കിൽ ഇങ്ങോട്ട് വരും. പഴയ പേരുമ ഈ വിദ്യാലയത്തിൽ പല കുട്ടികളും വരും. പക്ഷെ മിക്സഡ് അല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് അതിന് കാരണമായി. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മോഡൽ ബോയ്സിൽ HIJK വരെ ഡിവിഷൻസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും തൃശ്ശൂർ ടൗണിൽ തന്നെ എത്ര CBSE ICSE സ്കൂളുകളുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മോഡൽ സ്കൂളിലേക്ക് വരുന്നത് എണ്ണം കുറഞ്ഞതാണ്. അത് +1 +2 കൂടുതൽ കുട്ടികളുള്ളത്. അല്ല, അപജയത്തിന്റെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വിദ്യാലയം ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ഇത് പേഴ്സണലായി പറയും, മൈൻഡ് ചെയ്യാത്ത വിദ്യാലയങ്ങളാണ് ഇന്ന് തൃശ്ശൂരിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളായി മാറിയിട്ടുള്ളത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞങ്ങൾ ആ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. എന്തെങ്കിലും കൈത്താന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പരിശ്രമമാണ്. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം വളരെയധികം നല്ല നിലവാരം പുലർത്തുന്ന ടീച്ചർമാരാണ്. ഹെഡ് മാസ്റ്റർ ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും. അപ്പൊ ടീച്ചിങ്ങിന്റെ ഒരു ഡ്രോബാക്ക് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ല കുട്ടികളുടെ കുറവ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം കാരണം പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ ഒരു വിദ്യാലയത്തിന് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ അന്ന് നല്ല യശസ്സായിരുന്നു വിദ്യാലയം. ഇതും യാഥാർത്ഥ്യമാണ്. റാങ്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ എഞ്ചിനീയേഴ്സും മോഡൽ ബോയ്സ് ആയി. അതൊരു പ്രത്യേകത ഈ അവാർഡിന് മാത്രമുള്ള അതൊരു കേരളമാണ്. സത്യം പറഞ്ഞു പബ്ലിക് ഒപ്പീനിയൻ പല മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് അത്. ആരുടെ അപേക്ഷ മേടിക്കില്ല, എല്ലാവരും അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അവർ അറിയുക. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ സാറിനോട് ചോദിക്കും, സാറ് ഇതിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സാറ് ഏതെങ്കിലും അധ്യാപകരുണ്ടോ എന്ന് ചോദിക്കും. അതങ്ങനെയാണ്. അപ്പൊ സാർക്ക് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തുമല്ലോ. ഈ വിഷയത്തിനോട് ഇപ്പോ ഒരു പക്ഷേ അടുത്ത് വരാൻ മാഡത്തിനോട് ചോദിക്കും. അത് ഇതിനിങ്ങനെ വിഷയത്തിനോട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരോട് ചോദിക്കും. അത് പൊതുമേഖലാ
വിദ്യാഭ്യാസ പിന്നെ- മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടാണ് കൂടുതലും നമ്മൾ DDRBS തന്നെ ഒരു വലിയൊരു ഞങ്ങളുടെ സോഴ്സ് ആണ്. അതുപോലെ മുൻ അവാർഡ് ജേതാക്കൾ ഞങ്ങളുടെ സോഴ്സ് ആണ്. പിന്നെ ഈ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായി പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കുറെ പേര് ഇതിനോട് ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും ആത്മാർത്ഥം പുലർത്തി നിൽക്കുന്നു. അവരുടെ എല്ലാം അഭിപ്രായത്തിന്റെ ക്രോഡീകരണമാണ് ഈ അവാർഡായിട്ട് മാറുന്നത്. ശാസ്ത്രീയ അഭിപ്രായ ശാസ്ത്രീയ അഭിപ്രായങ്ങളും ശാസ്ത്രീയമാണ്. 50,000 അല്ലല്ലോ ഒരാൾക്ക് 50,000 ഡിവൈഡ് ചെയ്യാം. വിദ്യാർത്ഥികൾക്കിടയിൽ അതിന്റെ വീതം ഇല്ലേ, വീതം എന്നുള്ള വാക്കില്ല. 50,000 അധ്യാപകർക്കിടയിലും 1,00,000 വിദ്യാർത്ഥികൾക്കിടയിലും 1,50,000 കൊടുക്കുന്നുണ്ട് ആകെ. സംഘടന വേറെ ചെലവിക്കിട്ടാ അവരുടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം, സൗജന്യ ഉച്ചഭക്ഷണം. കഴിഞ്ഞ വർഷം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ബുധനാഴ്ച ദിവസം ധരിക്കാനായിട്ട് 100 താഴെ 100 ആയിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് 2,000 3,000 ആയിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഈ അപചയം. അങ്ങനെ പ്രവർത്തിക്കുന്ന ചേലക്കര ഒരു വിദ്യാലയം ഞങ്ങൾ ഈ അവാർഡ് കൊടുക്കാൻ പോയപ്പോ കണ്ടു. അങ്ങനെ പഴയ പ്രൗഢിയിൽ ഗവൺമെന്റ് വിദ്യാലയം അതെ അതെ എല്ലാവർക്കും ഈ അവാർഡ് കൊടുക്കാൻ പോയപ്പോ എല്ലായിടത്തും ഈ 100 ശരാശരി അല്ല ചേലക്കര അതിശയം എരുമപ്പെട്ടി ഉണ്ട്. അല്ല ടൗണിലാണ് ഏറ്റവും മോശമായി കണ്ടുവരുന്നത്.